റേഷൻ വ്യാപാരികൾ സംസ്ഥാന തലത്തിൽ കടകൾ അടച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും ധർണയും നടത്തുന്നു. മാർച്ച് 7-നാണ് സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകൾ അടച്ച് സമരം നടത്തുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ പണിമുടക്ക് നടത്തുന്നതെന്ന് വ്യാപാരികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, KDPDS ആക്ട് പരിഷ്കരിക്കുക, അവധി ദിവസങ്ങളിലും ഒഴിവു സമയങ്ങളിലും മസ്റ്ററിംഗ് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് 7-ന് കടകളടച്ച സമരം നടത്തുന്നത്. KS, RRDA, AKRRDA, CITU എന്നീ സംഘടനകൾ സംയുക്തമായാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാർച്ച് 7-ന് കടകളടച്ച ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കുമാണ് പ്രകടനം നടത്തുക. 2018-ൽ നിലവിൽ വന്ന വേതന പാക്കേജുകൾ 5 വർഷം കഴിഞ്ഞിട്ടും പരിഷ്കരിക്കാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് വ്യാപാരികൾ. PHH, AAY കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വ്യാപാരികൾ തയ്യാറാണ്. എന്നാൽ അവധി ദിവസങ്ങളിലും ഒഴിവു സമയങ്ങളിലും കടുത്ത ചൂടിലും മസ്റ്ററിംഗ് നടത്താൻ നിർബന്ധിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. സംസ്ഥാന സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാത്രമല്ല 29 രൂപയുടെ അരി കമ്പോളത്തിൽ ഇറങ്ങിയാണ്. അത് റേഷനാണ്, വലിയ അരിയൊന്നുമല്ല. 29 രൂപയ്ക്ക് റേഷൻ FCI ഇന്ന് ഇപ്പോൾ 4 രൂപയ്ക്ക് കൊടുക്കുന്ന അരി പോലെ തന്നെ റേഷൻ ഞങ്ങൾ 11 രൂപയ്ക്ക് കൊടുക്കുന്ന 10-90 പൈസ കൊടുക്കുന്ന APL അരി തന്നെയാണ് 29 രൂപയ്ക്ക് പാക്ക് ചെയ്ത് പുറത്തു കൊടുക്കുന്നത്. അപ്പോൾ അത് റേഷൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടോ കോർപ്പറേഷനുമായിട്ടോ യാതൊരു ബന്ധമില്ല, ഞങ്ങളുമായിട്ടും ബന്ധമില്ല. അത് ഓപ്പൺ സെയിലായിട്ട് മാറി. സ്വാഭാവികമായും നാളുകളിൽ ഈ റേഷൻ സംവിധാനം ഞങ്ങളും ഈ കേരളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലൈകോയും ഒക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കേരളത്തിലെ ഈ പൊതു മേഖല സ്വകാര്യ മേഖലയിലേക്ക് ഇത് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെയും വളരെ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നത് ഗവൺമെൻറ് ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കണം. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ അങ്ങോട്ട് വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് കമ്മ്യൂണിറ്റീസ് റേഷൻ അല്ലാതെ മറ്റ് സാധനങ്ങൾ ഇതിലൂടെ വിൽക്കാനുള്ള സംവിധാനം ഞങ്ങൾക്ക് തരണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് പ്ലാനിംഗ് ബോർഡിനൊക്കെ വിഷയമുണ്ട്, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നിർദ്ദേശം ഞങ്ങൾക്ക് തിരിച്ചു വന്നത്. എന്നാൽ നാഷണൽ ഫുഡ് സേഫ്റ്റി സെക്യൂരിറ്റി ആക്ടിനകത്ത് പറയുന്നുണ്ട്, അത്യാവശ്യം വേണ്ടുന്ന കമ്പോളത്തിലെ വിലയിൽ താത്ത് നിങ്ങൾക്ക് സാധനം വിൽക്കാനുള്ള അവകാശമുണ്ടെന്ന് ആ നിയമത്തിനകത്ത്, കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിനകത്തുണ്ട്. എന്നാൽ കേരളത്തിൽ ഗവൺമെൻറ് ഇത് സമ്മതിക്കുന്നില്ല. പല കാര്യങ്ങളും കാണാമായിരിക്കാം, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇനി കോടതിയെ സമീപിക്കാനും ഈ വിഷയത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് തുടങ്ങിയതല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ആവശ്യം ഈ മേഖലയിൽ നിലനിൽക്കാനുള്ള ആവശ്യം വേണ്ടുന്ന ഈ ഫണ്ട് ഒരു പരിഷ്കരണം ഏർപ്പെടുത്തണമെന്നാണ്. വാർത്താ സമ്മേളനത്തിൽ KS, RRDA സംസ്ഥാന ജനറൽ സെക്രട്ടറി KB ബിജു, ഭാരവാഹികളായ KH ബഷീർ, AD വർഗീസ്, KC സോമൻ, S സദാശിവൻ നായർ, M രാജശേഖരൻ, ജിജോ കക്കാട്ട് എന്നിവർ പങ്കെടുത്തു.